ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഒത്തിരി പേര് മുടിയെക്കുറിച്ച് തന്നെയാണ് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുടി ഇങ്ങനെ കൊഴിച്ചൽ നിൽക്കുക, എന്താണ് മാർഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചു തന്നിട്ടും ഒത്തിരി പേര് ചോദിച്ചു. ഇന്ന് രാവിലെയും കൂടി ചോദിച്ചു. അപ്പോൾ മുടിയുടെ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുടി വളർച്ചയുടെ സംശയവും അതുപോലെ ഇത് തേച്ച് കഴിഞ്ഞാൽ മാറുന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് അപ്പാടെ മാറും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുടിയിൽ എന്ത് തേക്കണം എന്ന സംശയം മാറ്റിത്തരുന്ന വീഡിയോ കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, 15 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചൽ മാറാനായിട്ട് നമ്മൾ കറ്റാർ വാഴ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ ഏത് കാര്യവും ഇപ്പോൾ കറ്റാർ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർ വാഴ ഉടനെ അത് ചെത്തി പൾപ്പൊക്കെ ഇതാക്കിയിട്ട് തലയിൽ തേക്കും. പക്ഷേ അതിൽ തന്നെ മുടി വളരണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ മുഖത്തിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളരും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി സക്സസ് ആയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ സംശയം ഇതോടുകൂടി നിങ്ങൾക്ക് മാറ്റിത്തരാം കേട്ടോ. അപ്പോൾ മുടി വളരാനായിട്ട്, മുടി കൊഴിച്ചൽ നിന്നാലല്ലേ മുടി വളരുള്ളൂ. അപ്പോൾ മുടി കൊഴിച്ചൽ നിർത്താനായിട്ട് നീലാംബരി, പനിക്കുർക്ക, കറുവേപ്പില, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ അതുണ്ടെന്നുണ്ടെങ്കിൽ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒക്കെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് അത് കാച്ചി തേക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ സക്സസ് ആകുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചൽ മാറി മുടി നന്നായിട്ട് വളരും. വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഈ സംശയം ഞാൻ തീർക്കാൻ കാരണം, ഈ പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിധത്തിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് വിധത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ എൻ്റെ ഈ ഹെയർ പാക്കിൻ്റെ പൊടിയിൽ തന്നെ നീലയാമരി പൊടി, അതുപോലെ തന്നെ ഇത് അളവൊന്നും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അടങ്ങിയിട്ടുള്ളത് പറയാം. ഈ ഹെയർ പാക്കിൽ നീലയാമരി പൊടി, പനിക്കുർക്ക, അതുപോലെ കറുവേപ്പില, പിന്നെ ബീട്രൂട്ടിൻ്റെ പൊടി, പിന്നെ ശംഖുപുഷ്പം ഞാൻ ചില സമയത്ത് ഇടും, കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കി പൊടിച്ചിട്ട്. ചില സമയത്ത് ഇടില്ല. അത് ഒരു റെയറായിട്ടുള്ള ഇതാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറുപ്പായിട്ട് വരും. പിന്നെ തുളസി ഇലയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പൊടി ഞാൻ ഡ്രയറിൽ വെച്ചൊക്കെ ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ. സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് വിധത്തിലും ഉപയോഗിക്കാം. ഒന്നിൽ നിങ്ങൾ തലേദിവസം രാത്രി വെറും പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് തലയിൽ തേക്കുക. 1 മണിക്കൂർ വയ്ക്കുക. പിന്നെ പറ്റാത്തവരാണെങ്കിൽ അരമണിക്കൂർ വയ്ക്കുക. മിനിമം 1 മണിക്കൂർ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടി തന്നെ നിങ്ങൾ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി ഗുണമാണ്. നരയൊക്കെ തടയും. മുടി കൊഴിച്ചൽ അപ്പം തന്നെ മാറും. മിക്കവർക്കും 1 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ചൽ മാറി പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുടി കറുത്ത് വരും. പിന്നെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ ഉപയോഗിച്ച് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൈയൊക്കെ മാറ്റി വയ്ക്കാം. ഇത് തന്നെ ഉപയോഗിച്ച് വരുമ്പോൾ മുടി കറുത്ത് വരും. അതുപോലെ ഈ നരച്ച മുടിയിൽ തന്നെ മുടി കറുത്ത് വരും കേട്ടോ. ഞാൻ തന്നെ ഈ ഹെയർ ഡൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഡൈ ഒന്നും അധികം യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പല വിധത്തിൽ ഉപയോഗിക്കാമെന്നുള്ളത് ഒന്നിങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏതെണ്ണയാണോ നിങ്ങൾ തേക്കുന്നത് ആ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പൊടി ഇട്ടിട്ട് അരിച്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ അതോടെ തന്നെ അടിയിൽ അടിഞ്ഞു കിടക്കുമല്ലോ, അത് തന്നെ നിങ്ങൾ കുളിക്കുമ്പോൾ 1 മണിക്കൂറോ നിങ്ങൾക്ക് പറ്റുന്ന വരെ അപ്പം തന്നെ തേച്ച് കുറച്ച് മുടിയിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ തേച്ച് കുളിക്കാം. നിങ്ങൾക്ക് മുടി കറുത്ത് വരും. അതുപോലെ അങ്ങനെ പല വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് നേരം വെച്ചിട്ട് ആ പൊടിയും നിങ്ങൾക്ക് തലമുടിയിൽ തേച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മുടി കൊഴിച്ചൽ മാറും, മുടി വളരും.
അതുപോലെ ഹെയർ ഡൈ ചെയ്യുന്നവർക്ക് ഒത്തിരി ഗുണമാണ്. ഹെയർ ഡൈ ചെയ്യുന്നതിനോടൊപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മുടിയൊന്നും നരച്ച് വരില്ല. ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സംശയങ്ങൾ ഇതോടുകൂടി മാറണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായ ഒന്നാണ് ഈ അലോവേറ സോപ്പ്. ഇത് അതേപോലെ ഗുണമായിട്ടുള്ളതാണ്. തലയിൽ തേക്കാം, ഷാമ്പൂവിന് പകരമൊക്കെ ഇത് തേക്കാം. ഇതും അതുപോലെ മുടി നരയൊക്കെ തടയും. അതുപോലെ നരച്ച മുടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ തുടർച്ചയായിട്ട് തേച്ച് വരുമ്പോൾ കറുത്തൊക്കെ വരും കേട്ടോ. ഒരുപാട് നരയൊന്നും ഉണ്ടാകില്ല. അതുപോലെ മുടി കൊഴിച്ചൽ മാറും. അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ സോപ്പിലും. ഇത് മുഖത്തും തേക്കാം, അതുപോലെ തന്നെ ശരീരത്തും തേക്കാം. ഇത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് നമ്മളുടെ തലമുടിയിൽ എണ്ണമയം നിലനിർത്തും കേട്ടോ. എണ്ണമയം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ മോയ്സ്ചറൈസിങ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ബെസ്റ്റാണ് തലയിൽ തേക്കാനായിട്ട്. നിങ്ങൾ ഈ ഹെയർ പാക്കിൻ്റെ കൂടെ ഈ സോപ്പും കൂടി വാങ്ങിച്ച്, എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനല്ല, ഞാൻ പിന്നെയും പറയാം, നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മുടിയൊന്നും അധികം നരച്ച് വരില്ല. ഒത്തിരി ആൾക്കാർക്ക് പെട്ടെന്ന് നരച്ച് വരുന്നില്ല. അപ്പോൾ ആ ഹെയർ പാക്കും ഈ സോപ്പും, അല്ലെങ്കിൽ സോപ്പ് മാത്രമായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇത് നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലാഗായി പോകുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇത് വന്നിട്ട് ഈ സോപ്പ് വാങ്ങിക്കുന്നവർ ഇന്ന് രാവിലെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. പക്ഷെ ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ സോപ്പ് നിങ്ങൾ സാധാരണ പെട്ടിയിൽ അല്ലാതെ ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ, ഇത് ഹോം മെയ്ഡാണല്ലോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ചിലവർക്ക് അലുത്ത് പോകും, ചിലവർക്കൊന്നും അലുത്ത് പോവില്ല. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള. വേറൊരു ഫോണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോകരുതേ. അപ്പോൾ ഇതാണ് സോപ്പ്. ഇതെങ്ങനെ വെക്കും കേട്ടോ. ഇതൊരു മഫ്ത പിന്നിൻ്റെ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ വെക്കുമ്പോൾ അലുത്ത് പോകില്ല. ഇത് 1 മാസമായി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുക കേട്ടോ. കണ്ടോ, ഇത് മഫ്ത പിന്നിൻ്റെ ഇതാണ്. ഇതാകുമ്പോൾ ഈ വെള്ളം അടിയിലോട്ട് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇത് കുറേ മാസങ്ങളായി ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്ക് എടുത്ത് കഴുകും. ഇത് റബ്ബർ ബാൻഡാണ് കേട്ടോ. ഇട്ടിട്ട് ആ കളർ പോയതാണ്. ഒരു ബൗൾ എടുക്കുക, ചെറിയ ബൗൾ. അതിൽ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സോപ്പ് വയ്ക്കുക. കണ്ടോ, ഇത് 1 മാസമായി. പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. അലുത്തൊന്നും പോകത്തില്ല. കണ്ടോ, അടിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി റബ്ബർ ബാൻഡ് ഇടുക. ഇങ്ങനെ വട്ടത്തിൽ അങ്ങനെ കുറേ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമുക്കല്ലാതെ നിങ്ങൾ റെഡിമെയ്ഡ് എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം അലുത്തിരിക്കും. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത് കേട്ടോ. അപ്പം ഞാനിതൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെയും ഒന്നും ആയിട്ടല്ല. അപ്പോൾ എപ്പോഴോ ഒരിക്കൽ ഒരു ടിപ്പ് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഏതായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ഇട്ടപ്പോൾ നിങ്ങൾക്കിത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ട് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും ഇത് അലുത്ത് പോവില്ല. ചിലപ്പോൾ അലുത്ത് ഇങ്ങനെ ബോക്സിൽ ഇരിക്കുമ്പോഴായിരിക്കും കുറേ ദിവസം കഴിയുമ്പോൾ അത് ബ്രേക്ക് ആകുക. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെയുള്ള എൻ്റെ മെമ്പേഴ്സ് പോലെയുള്ളവരാണ് എൻ്റെ എല്ലാ കസ്റ്റമറും കേട്ടോ. അല്ലാതെ വേറൊരു കസ്റ്റമറായിട്ട് ഞാൻ കാണാറില്ല. എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യില്ല. അതേപോലെയാണ് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടുമാണ് ഇത്. ഈ ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നോക്കൂ, ഇത് മഫ്ത പിന്നാണ്. ഒന്നും കൂടി പറയാം. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു പാർട്ടി ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വാങ്ങിച്ചവർ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. നിങ്ങൾ എന്ത് സോപ്പ് വയ്ക്കാനുള്ള സാധനം വാങ്ങിച്ചാലും ഇതുപോലെയുള്ള ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അലുത്ത് പോവില്ല. പ്രത്യേകിച്ച് ഈ അലോവേറ സോപ്പ് ശരിക്കും പറഞ്ഞാൽ കെമിക്കലൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നടുക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ, വെള്ളം തട്ടി ബ്രേക്ക് ഡൗൺ ആവും, ബ്രേക്ക് ആവും കേട്ടോ. ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. എല്ലാവർക്കും ഈ മുടി കൊഴിച്ചലിൻ്റെ സംശയം മാറി വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചലും മാറും, മുടി നന്നായിട്ട് വളരും. അപ്പോൾ വേറൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടാറ്റ. ഈ ഹെയറിൻ്റെ എന്നെ ഞാൻ ഇട്ടു. ഓക്കെ.